ബറാഅത്തുരാവ് നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ബറാഅത്തുരാവിൽ ഒരുപാട് ചെല്ലേണ്ട ദിക്റുകൾ, കുറെ നിസ്കാരങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടുണ്ടാകും. എല്ലാത്തിന്റെയും പിന്നാലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് സമയം ചെലവഴിക്കരുത്. നമുക്കിതിലൊക്കെ ഒരു ദൃഢനിശ്ചയം, ബോധം ഒക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ കുറെ ദിക്റുകളാ ഇതൊക്കെ 1000 വട്ടവും 10000 വട്ടവും അതുപോലെ തന്നെ 7000 പ്രാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊക്കെ ഇതൊക്കെ ഇപ്പൊ എങ്ങനെ നമ്മൾ ചൊല്ലി തീർക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്നൊരു കറ കളഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞമ്മക്ക് അമൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എടുത്തു വെക്കുക. പറയുന്ന രാവിലെ നമ്മളൊന്ന് ഇരുന്നാണ്ട് ചെല്ലുക, ഓതേണ്ടതൊക്കെ ഓതുക, നമുക്ക് എന്തൊക്കെ ചോദിക്കാണ്ട് പഠിച്ചോണ്ടൊക്കെ ചോദിക്കുക. ഇതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ ബറാഅത്ത് രാവ് എന്ന് പറയുമ്പം അത് ശ്രേഷ്ഠതയുണ്ട്. ഇവിടെ വിദേഹത്തിന്റെ ആളുകൾ പോലും എതിർത്തിട്ട് കാര്യമില്ല. അവർ അംഗീകരിക്കുന്ന കിതാബിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ആലിമീങ്ങൾ നമുക്കിതിന് പവറുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ബർക്കത്തുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് നമ്മുടെ മദ്ഹബിന്റെ ഇമാം വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ഒരു ഇത്തിഫാഖ്, ഒരു തർത്തീബ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ബറാഅത്ത് രാവ് കേൾക്കുമ്പോൾ തന്നെ 3 യാസീൻ നമുക്ക് ഓർമ്മ വരാം. അതുകൊണ്ട് 3 യാസീൻ ഓതുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ദുഖാൻ, സൂറത്തു ദുഖാൻ അതും പറയുന്നുണ്ട്, അതും ഓതുക. ഇനി കുറച്ച് സലാത്ത് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല. ഏതായാലും കുറച്ച് സലാത്തും ബറാഅത്ത് രാവ് ചെല്ലണം എന്നുള്ളതും ഉലമാ പറയുന്നുണ്ട്.